ശരണ്യ മച്ചാനെ നിനക്ക് കഴിവില്ലടാ. ഉച്ചക്കേക്ക് മത്തി വാങ്ങിച്ച് വെച്ചിനി. ഓക്കെ, ഓഡിഷന് പോയിട്ട് പ്രൊജക്റ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഓഡിഷന് പോയി റിജക്റ്റ് ആയിരുന്നു. PR വർക്ക് ചിലപ്പോൾ വേണമായിരിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ടൂവിനോട് വളർച്ച അന്നോട്ട് ഇന്ന് വരെ എങ്ങനെയാന്നുള്ളത്. അയ്യോ, അത് ആസിഡാണ്, നമുക്ക് പൊള്ളും. ആൻഡ് സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് ഇച്ചിരി സെൽഫ് വർത്ത് ഒക്കെ ഇത്തിരി കുറവാണ്. ഇപ്പൊ പടമൊന്നും ഇല്ല മോളില്ല, ഇപ്പൊ പടമൊന്നും ഇല്ല. പ്രണയം എന്നും ഒരുപോലെ തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് നടി ശരണ്യ രാമചന്ദ്രനാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയതായിട്ട് എൻ്റെ പുതിയ സിനിമ റിലീസാവുന്നുണ്ട്. സുരേഷിൻ്റെ സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അത് ഈ വ്യാഴാഴ്ച റിലീസാവാണ്, മെയ് 16-ന്. അതാണ് പുതിയ വിശേഷം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ? കാരണം ഒരു സ്പിൻ ഓഫ് പോലെയാണ് ആ സിനിമ വരുന്നത്. നാത്താൻ കേസോട് എന്ന സിനിമയിലെ 2 കഥാപാത്രങ്ങളെ മെയിൻ ആക്കിക്കൊണ്ടാണ് വരുന്നത്. അതുപോലെ കൊഴുമൽ രാജീവൻ എന്ന് പറയുന്ന ആ കഥാപാത്രവും കുഞ്ചാക്കോവന്റെ കഥാപാത്രവും ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു സെറ്റും എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെയായിരുന്നു? അത് എന്നാത്താൻ കേസ് കൂടു എന്ന മൂവി ഇവിടുത്തെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും എടുത്ത് ആഘോഷിച്ച മൂവിയാണ്. അതിന് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന ഒരു ഡയറക്ടർ. മോർ ദാൻ ഡയറക്ടർ, ഹീസ് എ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ് ഹീസ്. സോ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം ഞാൻ ഭയങ്കര കൗതുകത്തോടുകൂടി നോക്കി കാണുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ അതിനു മുന്നേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം, കാമിനി കലഹം, ആബ്സർഡിറ്റി എന്നുള്ള ജോണർ നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ, അതെ, അത് കൊണ്ടുവന്ന മനുഷ്യനാണ്. അപ്പം അന്നൊക്കെ ഞാൻ ആ പരശ പൊതുവാൾജിയുടെ മൂവി കാണുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരുടെയൊക്കെ മൂവിയിലൊന്നും കിട്ടുമായിരുന്നെങ്കിൽ എത്ര നല്ലൊരു, നമുക്ക് എത്രത്തോളം വളരാനുള്ള ഇൻപുട്ട് അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഉള്ളത് കൗതുകത്തോടെ ചുമ്മാ ആലോചിച്ച് വിട്ട കേസാണ്. അപ്പോൾ അവരുടെ ടീമിനോട് ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അടിപൊളി സെറ്റായിരുന്നു. ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു, ഒത്തിരി എന്താ പറയുക അറിവ് കുറേ ലഭിക്കുകയും കുറേ അൺലേൺ ചെയ്യും. എൻ്റെ പെർഫോമൻസ് വൈസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി, ഒരുപാട് രീതിയിൽ കുറേ പഠിക്കാൻ പറ്റി. ഒരുപാട് എൻജോയ് ചെയ്ത സെറ്റായിരുന്നു അത്. എവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ? ഇത് നമ്മുടെ എന്നാത്താൻ കേസോടൊക്കെ പയ്യന്നൂർ, മറ്റേ കണ്ണൂർ ഭാഗത്തായിരുന്നു. ഇതും അതെ, അവിടെ കാസർഗോഡ്, കണ്ണൂർ, പയ്യന്നൂർ ആ ഭാഗത്തൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെയും ഷൂട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാലാപാർവതിയുടെ ഒരു അഭിമുഖം നമ്മളെടുത്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് ഈ കാസർഗോഡ് ചുറ്റുവട്ടത്തുള്ള ആളുകൾ കൂടുതലെന്ന്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ആക്ച്വലി അതെ, നമ്മള് അവിടുത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു ക്രൗഡ് സ്റ്റേജ് സീന് നമ്മള്. അപ്പോൾ അവിടെ ആ അമ്പലത്തിന്റെ സൈഡിൽ തന്നെയാണ്, അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ സെറ്റ് തന്നെ, അതിന്റെ ഭാഗമൊക്കെ തന്നെയാണ് ഇതും വരുന്നത്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ പേര് നടന്നു വരും. ഓരോരുത്തർ വന്നു, ഞാൻ രതീഷിന്റെ ചിറ്റയാണ്, രതീഷിന്റെ അമ്മയാണ്. സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരുത്തർ നടന്നു പോകും. അപ്പോൾ രതീഷേട്ടനത് ഇറങ്ങി ഒന്ന് ഓരോരുത്തർ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഇരിക്കും, വൈകുന്നേരം 5 മണിയായി, എൻ്റെ അമ്മമാരിപ്പോൾ നടക്കാനിറങ്ങുന്ന സമയമായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ രതീഷേട്ടൻ്റെ ഒക്കെ ബന്ധുക്കൾ തന്നെയാണ് അവിടെ ചുറ്റുവട്ടമൊക്കെ ഉള്ളത്. രതീഷേട്ടൻ്റെ മാത്രം മിക്കവരുടെയും ആൾക്കാർ തന്നെ പണ്ട് തൊട്ട് രതീഷേട്ടൻ്റെ മൂവിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കൂടുതലും പരിചയക്കാരൊക്കെ തന്നെ. അവിടുത്തെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഓഡിഷൻ ത്രൂ ആണ് ഈ മൂവിയിൽ വന്നത്. അപ്പോൾ ഓഡിഷൻ ഇവരാരും കണ്ണൂർ സ്ലാങ് ഒന്നും വെച്ച് ചെയ്തില്ലായിരുന്നു. കൂടുതലും ഡ്രാമ സീൻസ് ആയിരുന്നു ഈ മൂവിയിൽ ചെയ്തത്. അവർ തന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഡ്രാമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ലാങ്ങും ആക്സെൻറ്റും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ജനറൽ ആ സാധനമാണല്ലോ. അപ്പം ഓഡിഷൻ കഴിഞ്ഞാൽ സെലക്ട് ആയതിനു ശേഷം ഷൂട്ടിൻ്റെ അന്ന് ഫസ്റ്റ് ഡേയുടെ അന്നാണ് എനിക്ക് ഡയലോഗ് തരുന്നത്, ഇതാണ് ഇപ്പോൾ സീൻ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് സ്റ്റോറി ഒന്നും അപ്പോഴും അറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ല, സമയമില്ലായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ കൺഫേം ആവുകയും ഷൂട്ടോ പെട്ടെന്ന് സ്റ്റാർട്ട് ആവുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് ഡയലോഗ് തരുന്നു. അപ്പം ഞാൻ ഉച്ചക്കേക്ക് മത്തി വാങ്ങിച്ച് വെച്ചിനി. ഓക്കെ, ഉച്ച കേക്ക് ആ ടേമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് കണ്ണൂർ ഫ്രണ്ട്സ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് ആ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉച്ചക്കേക്ക് അല്ലേ? ഉച്ചക്കേക്ക്. അപ്പൊ ഞാൻ ഈവൻ ദോ കണ്ണൂർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും കുറച്ചേ ഉള്ളൂ അവര് ഈ നമ്മുടെ ജനറൽ സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഉച്ചക്കേക്ക് മത്തി വാങ്ങിച്ചിന് എന്താ നിരീച്ചില്ലല്ല, എന്തെന്നാന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും മനസ്സിലാവില്ല ടേംസ്. ഭയങ്കര അപരിചിത്വം എനിക്ക് അതിനോടൊക്കെ. അപ്പം ഡയലോഗ് ഒന്ന് പറഞ്ഞേ എന്ന് രതീഷേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കേക്ക് മത്തി വാങ്ങിച്ചില്ല, ഭയങ്കര പ്രിട്ടൻറ്റീവായിട്ട് ഇല്ലാത്ത രീതിയില്ല. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആവുന്നില്ല ലാംഗ്വേജിൽ. ഇപ്പൊ രതീഷേട്ടനും കോ ഡയറക്ടർ സുധീഷേട്ടനുണ്ട്, അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പെട്ടോ എന്നുള്ള രീതിയിൽ
നോക്കിയിട്ട് അങ്ങനെയായിരിക്കും അവരുടെ നോട്ട്, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്നോട് ഒരു പേപ്പറും പേനും എടുത്തു ഓരോന്ന് എഴുതാൻ പറഞ്ഞു. രതിചേട്ടൻ ഡയലോഗ് പറഞ്ഞു, ഞാൻ എഴുതുക ഉച്ചക്കേക്ക് മദ്യവാഞ്ചന, ഇനി പറ ഉച്ചക്കേക്ക് മദ്യവാഞ്ചന. ആ സ്ലാങ്ങിന് എനിക്ക് രതിചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നു, ഞാനത് ഏറ്റു പറഞ്ഞു 2-3 വട്ടം. അങ്ങനെ കുറച്ച് ഫെമിനറൈസ് ആയ ഇതിനോട്. എന്നിട്ടാണ് പോയി ഷൂട്ട് ചെയ്തത്. അപ്പോഴും എനിക്ക് അർത്ഥം നമുക്ക് നല്ല ടൈം വേണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് പോയി ചെയ്തത്. ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് പോയി. ഞാൻ വിചാരിച്ചു അത് ചെത്തിപ്പോവായിരിക്കുന്നു, അതായത് എഡിറ്റ് ചെയ്ത് പോവായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ഇല്ല, കുഴപ്പമില്ല, അത് ഉണ്ട്. അപ്പം ഒരു എൻട്രി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓഡീഷന് പോയിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഓഡീഷനുകളിലൂടെ തന്നെയാണല്ലോ ഈ മറഡോണ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിയത്. 2018 ആ ഒരു സിനിമ സംഭവിക്കുന്നത്. അതിനുശേഷം ഒരു ഇത്രയും വർഷങ്ങളിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സെലക്റ്റീവ് ആകുന്നതാണോ? സെലക്റ്റീവ് ആവുന്നതല്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം വരുന്ന പ്രോജക്ട്സ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് എങ്ങനെ നമ്മുടെ കരിയർ എങ്ങനെ പോകണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അത് മീറ്റ് ചെയ്യത്തക്ക വണ്ണത്തിലുള്ള പ്രൊജക്ട്സ് ഒന്നും എനിക്ക് വരുന്നില്ല. ആൻഡ് വരുന്നതിൽ നിന്ന് ബെറ്റർ സെലക്ട് ചെയ്യുമ്പോൾ കുറയാണ്. പിന്നെ ഞാൻ കൂടുതലും ഓഡീഷന് പോകുന്നുണ്ട്. ഓഡീഷന് പോയിട്ട് പ്രൊജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് പ്രൊജക്റ്റ് കുറവാവുന്നത് എന്ന് തോന്നുന്നു. ഇപ്പം സിനിമയിൽ നിലനിൽക്കാൻ നമ്മൾ കൃത്യമായിട്ടൊരു PR വർക്ക് ചെയ്യണം, അങ്ങനെ തോന്നുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ട്രാറ്റജി ഉണ്ട്. PR വർക്ക് ചിലപ്പോൾ വേണമായിരിക്കാം, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നല്ലോണം PR ചെയ്യണമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന മൂവിയിൽ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യുക, അതിനുള്ള എഫേർട്ട് ഇടുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. കാരണം എല്ലാവരും മൂവി ഇൻഡസ്ട്രിയിലെ ആൾക്കാർ എല്ലാ മൂവീസും കാണുന്നവരാണ്. സോ അതിൽ നിന്നും ആൾക്കാർക്കൊരു കാഴ്ചപ്പാട് കിട്ടുമോ, ഈ ആർട്ടിസ്റ്റ് നല്ലോണം പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള ആളാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടല്ലോ. സോ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്, അതിനുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷമാണ് വി ഹാവ് ടു മേക്ക് കണക്ഷൻസ് ആൻഡ് ദിസ് മാർക്കറ്റ് ആൻഡ് ഓൾ PR വർക്ക് ആൻഡ് ഓൾ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് പ്രൈം തിങ് ഇസ് വി ഹാവ് ടു വർക്ക് ഓൺ അവർ സെൽഫ്. ഇപ്പോൾ ഈ മറഡോണയുടെ കാര്യം പറയുമ്പോൾ ടൊവിനോ തോമസുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നായികയായി തന്നെ എൻട്രി കിട്ടുക എന്ന് പറയുന്നത് പലർക്കും സ്വപ്ന തുല്യമായിട്ടുള്ള ഇപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സിനിമ നടി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോഴേക്ക് എൻ്റെ കുടുംബം ആർക്കും സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ല. സിനിമ കാണാൻ പോകല് തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു പരിപാടിയാണ് അവിടെ. അപ്പോൾ മൈ പാരൻസ് ആർ ലൈക്ക് ദേ വർ ഇൻ സർവൈവൽ മോഡ്. ലൈക്ക് നമ്മളെ എല്ലാം ഇങ്ങനെ മീറ്റ് ചെയ്ത് കുടുംബം കൂട്ടി കൊണ്ടുപോവുക, മക്കളെ നോക്കുക, ആ പരിപാടിയായിരുന്നു. സോ ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, അമ്മ ഞാൻ ആങ്കറിങ്ങിന് കൊടുത്തിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്, അവരിങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് കുറേ ചാനൽസൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു പറ്റില്ല, പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി കുറച്ച് കൺസിഡറേറ്റ്, നമ്മളൊക്കെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ടീമായതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു പേടിയോടുകൂടിയായി ഇൻഡസ്ട്രീനെ, കാരണം അറിയില്ല വാട്ട്സ് ഹാപ്പനിങ് ദയർ എന്നുള്ളത്, എന്താ അവർക്ക് മനസ്സിലാവില്ല. അതൊരു ഏലിയൻ പരിപാടിയാണ് ഇൻഡസ്ട്രി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് വിട്ട കേസാണ്. നടിയാവാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളൂ, പക്ഷെ എങ്ങനെ ആവും ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം പോലെയായിരുന്നു എനിക്ക്. പിന്നീട് ഡിഗ്രി കഴിഞ്ഞു, ജോലിക്ക് പോയി PG ചെയ്തു. PG ചെയ്യുമ്പോഴാണ് അവിടെ കുറേ കൂടി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ചെയ്തത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ചെയ്തത്. അവിടെ കുറേ കൂടി നല്ല സുഹൃത്തുക്കൾ കണ്ടു. ദേ വർ വെരി സപ്പോർട്ടീവ്, വെരി അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. പുതിയ കാഴ്ചപ്പാടുകളായി കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ യൂസ് ടു കം അപ്പ് വിത്ത് ഇവിടെ ഇങ്ങനെ ഓഡീഷൻസ് ഉണ്ട് പോകുന്നൊക്കെ പറയുമായിരുന്നു. ആൻഡ് അവർ സപ്പോർട്ട് ചെയ്ത് ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ, അത് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡ്രാമ, ഡാൻസ് ആൻഡ് വഗേര അതൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫൺ, അതാണ് ആ മെമ്മറീസിന് വേണ്ടി നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കണം അവർക്കും ഒരു ഇത് തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഈ മറഡോണ ഓഡിഷൻ ഞാൻ അറിയുന്നതും അതിന് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ആക്ച്വലി എന്താ പറയുക, എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് പ്ലേസ്മെൻറ്റ് ത്രൂ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഓഡിഷൻ അവർ വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറേ, അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഓഡിഷന് പോയിട്ടാണ് ടൊവിനോ തോമസിൻ്റെ നായികയാണ് എന്ന് ഞാൻ അറിയുന്നത്. അപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല പാടായിരുന്നു. ഇങ്ങനെയൊക്കെ കിട്ടുമോ, നമ്മൾ ഒരിടയ്ക്ക് സിനിമ നടി ഒരിക്കലും ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ജോലിക്ക് കയറിയ ടീമായിരുന്നു. എന്നിട്ട് തിരിച്ചിത് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ എവിടെയോ എന്തോ കഴിവുണ്ടാവണം, അതായിരിക്കും ഞാൻ തിരിച്ചിവിടെ എത്തിയത്, വേണ്ട വിചാരിച്ച ഫീൽഡിലോട്ട് എത്തിയത് എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര നല്ലൊരു, എൻ്റെ ഒരു പേഴ്സണൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്. അന്ന് ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു എടുത്തതെന്ന് ഓർമ്മയുണ്ടോ?
ഫസ്റ്റ് ഷോട്ട് ഓർമ്മയില്ല. ആക്ച്വലി സിനിമ സെറ്റായിട്ടൊന്നും ഞാൻ ഫെമിലിയർ അല്ലായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടൻ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സെറ്റിലൊക്കെ വാ, കുറച്ച് ദിവസം ഇങ്ങനെ വന്ന് കാണാം എന്താ നടക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഒരാഴ്ച അവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാന്ന് തോന്നുന്നു. ഞാൻ ടൂവിയും കൂടി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഷോട്ടാണ് ഫസ്റ്റ് എടുക്കുന്നതെന്ന്. അത് വൺ ടേക്ക് എടുത്തപ്പോൾ ഓക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. സോ നല്ലതായിരുന്നു. പക്ഷെ എന്നാലും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഭയങ്കര പേടിയായിരുന്നു. നമുക്കറിയില്ലല്ലോ എന്താ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, നമുക്കൊന്നും അറിയില്ല, എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. സോ കുറേയൊക്കെ റിഹേഴ്സൽ ചെയ്യും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഓരോ ഷോട്ടിലും ഇങ്ങനെ ഈവൻ ടേക്ക് എടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഡയലോഗ് പറയാം, എൻ്റെ ഡയലോഗ് ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ വിഷ്ണുവേട്ടാ ഞാൻ പറഞ്ഞ കറക്റ്റാണോ എന്ന് ഞാൻ ക്യാമറ നോക്കി പറയായിരുന്നു. അങ്ങനെ വരെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കൂടി വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ആദ്യത്തെ സിനിമയിൽ നിന്ന് 2018 നിന്ന് ഈ 2024 എത്തുമ്പോഴത്തേക്കും ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ നടനിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്തിട്ടില്ല പേഴ്സണലി. പുള്ളിയായിട്ട് ഞാൻ പുള്ളിയായിട്ട് എന്താ പറയുക, അഭിനയിക്കുമ്പോൾ പുള്ളി എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഈ അന്വേഷിപ്പിൻ്റെ ഷൂട്ടിലും പുള്ളി പെരുമാറിയിരുന്നത്. പെരുമാറ്റത്തിലൊന്നും എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. കരിയർ വൈസ് അത് ഹീസ് ഗ്രോയിങ് അക്കോർഡിംഗ്ലി, ലൈക്ക് എന്താ പറയുക, പുള്ളിക്കാരൻ്റെ വഴിയിലാണ് പുള്ളിക്കാരൻ വളരുന്നത്. ഗുഡ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ടോവിനോട് വളർച്ച അന്നോട്ട് ഇന്ന് വരെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ആളങ്കം എന്ന് പറഞ്ഞ സിനിമയിലെയും കഥാപാത്രം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആ മൂവി എനിക്ക് കുറച്ച് സ്പെഷ്യലായിരുന്നു. കാരണം എൻ്റെ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു അത്. പക്ഷേ എനിക്ക് അതിപ്പോഴും OTT വന്നിട്ടില്ല, OTT റിലീസായിട്ടില്ല. അതിൻ്റെ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ സ്പെഷ്യൽ. ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആക്ച്വലി. എൻ്റെ ഇത് എനിക്കറിയില്ല, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയില്ല എന്നൊരു വിഷമം ഉണ്ടോ? എനിക്ക് ആ വിഷമം നല്ലോണം ഉണ്ട്. അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ലുക്മാൻ ജാഫ്രിക്കൊക്കെ കൂടി ചെയ്തൊരു സർവൈവൽ ത്രില്ലർ മൂവിയായിരുന്നു അത്. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്തിയിട്ടില്ലായിരുന്നു അത്. ഒരുപക്ഷെ OTT എത്തുന്ന സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ജാൻസി എന്ന് പറയുന്ന തെലുങ്ക് സീരീസും അതിനിടയ്ക്ക് കമ്മിറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഭാഷയുടെ പ്രശ്നം അതിലുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തെലുഗു വെബ് സീരീസ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒറിജിനൽസ് ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഓഡിഷൻ ത്രൂ തന്നെയാണ് ഞാൻ സെലക്ട് ആയത്. അവർ പിന്നെ അത് മാത്രമല്ല, അവരെൻ്റെ മറഡോണയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ചെല്ലുന്നത്. എനിക്ക് ഓൾറെഡി തെലുഗു ഒരിത്തിരി പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഡയറക്ടർ തിരുവാണ് എന്നെ വിളിച്ചത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും. ആൻഡ് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് കോൾ വന്നത്. ദേ വർ വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി പ്രൊഫഷണൽ. സോ അതെന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് എനിക്ക് എന്നോടുള്ള വിശ്വാസത്തെക്കാൾ കൂടുതൽ അവർക്ക് എന്മേലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. അത് ഭയങ്കര സപ്പോർട്ടീവായി. പിന്നെ അവരെനിക്ക് എല്ലാത്തിനും ടൈം തരുമായിരുന്നു. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ആസിഡ് അറ്റാക്ക് സർവൈവറിൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, കൃതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് ടൈം എനിക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, എൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം സിലിക്കണിൻ്റെ പ്രോസ്തറ്റിക്സ് ഒക്കെ വെച്ച് അത് ഡെയിലി നമുക്ക് 4 hours ആണ് ഇത് ചെയ്യാനായിട്ട് എടുത്തിരുന്നത്. സോ മോർണിംഗ് എനിക്ക് ഒരു 3 o'clock ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഐ ഹാവ് ടു സിറ്റ് ഫോർ ദാറ്റ് പ്രോസ്തറ്റിക് മേക്കപ്പ്, ഫോർ ദാറ്റ് ഔട്ട്ലുക്ക്. ആൻഡ് അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ഐ ഹാവ് ടു ലേൺ ബൈ ഹാർട്ട് ദാറ്റ് തെലുഗു വേർഡ്സ്, ഡയലോഗ്സ് ആൻഡ് ഓൾ. അതിന് ചൂടൊക്കെ ഉണ്ടോ? അതിങ്ങനെ അയ്യോ, അത് ആസിഡാണ്, നമുക്ക് പൊള്ളും. ആൻഡ് സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് നമ്മളെ. ആ ഒരു ക്യാരക്ടറിനായിട്ട് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവർ എന്നെ സെലക്ട് ചെയ്തു, ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങി. എല്ലാ ഷൂട്ടും അങ്ങനെയാണ്. ലാസ്റ്റ് മിനിറ്റ് സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങുക, എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. റെഫറൻസ് ഒന്നും എടുക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ അവർ നറേറ്റ് ചെയ്ത ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് അത് പ്ലേ ചെയ്തത്. ഇപ്പം ഇതുവരെ വന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് ആരുടെ ഭാഗത്തു നിന്നാണ്? പേഴ്സണലി ഞാൻ പേഴ്സണലി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി സെൽഫ് വർത്ത് ഒക്കെ ഇത്തിരി കുറവാണ്. സോ നമ്മൾ പൊതുവെ ആരും നമ്മളുടെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞാലും നമുക്കത് റിസീവ് ചെയ്യാൻ ഇത്തിരി പാടായി, സംശയം ബാക്കി നിൽക്കില്ലേ, നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? നമ്മളൊക്കെ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ തന്നെക്കാണ് നല്ല ഭംഗിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വര എന്തോ നമുക്കത് റിസീവ് അക്നോളജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ എനിക്കും ഉള്ള ഒരാളാണ്. അപ്പം
പെർഫോമൻസ് നല്ലത് കാണുമ്പോൾ നല്ല അഭിപ്രായം പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഉണ്ടോ അങ്ങനെയാണോ എന്നൊക്കെ തോന്നുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും നല്ലത് പറയുമ്പോൾ ഞാൻ നല്ലത് എടുക്കും, പിന്നെ അത് ഐ ടേക്ക് ഇറ്റ് ആൻഡ് നെക്സ്റ്റ് വർക്ക് ചെയ്യും, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ? ഫ്രണ്ട്സ് എല്ലാവരും നല്ലോണം ക്രിട്ടിസൈസ് ചെയ്യും, ഇൻഡസ്ട്രി ഫ്രണ്ട്സും അതെ അല്ലാത്തുള്ളവരും അതെ നല്ലോണം ക്രിട്ടിസൈസ് ചെയ്യും. കാരണം അങ്ങനത്തെ ഒരു സ്പേസ് അതുണ്ട്. ആ ക്രിറ്റിസിസം ആണ് ആക്ച്വലി നമുക്ക് കൂടുതലും ഗ്രോത്തിനുള്ള ഒരു സാധനം തരുന്നത്. അവർ അയ്യോ ഇവിടെ വർക്ക് ചെയ്യണം, ഇവിടെ വർക്ക് ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ എൻ്റെ ഏത് പടം റിലീസായാലും എൻ്റെ കുറച്ച് പേഴ്സണൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരെടുത്തുകൊണ്ട് ഞാൻ മൂവി റിലീസിന് എപ്പോഴും എൻ്റെ എല്ലാ പടത്തിനും അവരുണ്ടാവും, ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ തന്നെ എൻ്റെ അടുത്ത് ഒരു പടത്തിൻ്റെ റിലീസ് ഞാൻ അവനെ കൊണ്ടുപോയി, ആത്മസുഹൃത്താണ്, വർഷങ്ങളോളം ഉള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ പുള്ളി വന്ന് പടം കണ്ടു. പടം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നമ്മൾ അന്നൊക്കെ തിരിച്ചു പോയി, കുഴപ്പമില്ല അടിപൊളിയാന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടങ്ങ് പോയി. അടുത്ത ദിവസമായപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ശരണ്യ മച്ചാനെ എനിക്ക് കഴിവില്ലടാ എന്നെ മുഖത്ത് നോക്കിയിട്ട് ആള് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതിങ്ങനെ ആയിരുന്നോ നീ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ എന്നൊക്കെ എനിക്ക് കുറച്ച് കാഴ്ചപ്പാടുകൾ തന്നു. അത് ഏത് സിനിമ കാണിക്കാനെ കൊണ്ടുപോയത് അത് പറയാൻ പറ്റില്ല. അപ്പൊ ആളെന്റെ മുഖത്തോക്കി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് കഴിവില്ലടാ എന്ന് സാരപ്പുള്ളി മുഖത്തോക്കി പറഞ്ഞു. കഴിവില്ലാത്ത ആളുടെ മുഖത്ത് നോക്കി കഴിവില്ല എന്ന് പറയുന്നതാണല്ലോ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് നിവിൻ പോളി ഏതോ പടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ അവന്റെ ആത്മാർത്ഥത കാണിച്ചു. അവിടം തൊട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത്. അവിടം തൊട്ടുള്ള ഒരു വർക്കിംഗ് ഞാൻ എനിക്ക് മേൽ ചെയ്ത I started working on myself, on behalf of like performance wise, acting wise. From there I realized that I need to unlearn many things, lot of things. So നമ്മൾ പഠിച്ചു വെച്ച കുറേ സാധനം, നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറേയൊക്കെ ഒന്ന് കട്ട് ആൻഡ് ട്രിം ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറേ കൂടി വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ സ്ലോലി ഞാനിപ്പോൾ പിക്ക് ചെയ്ത് വരുന്നത്. ഈ തിയേറ്റർ പ്ലേ ഒക്കെ മുമ്പും ചെയ്തിട്ടുള്ള ആളാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പം അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് മാറ്റിവെക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ടാകില്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പം ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി അതിൽ നിന്ന് മാറ്റി വെക്കേണ്ടതായിട്ടൊന്നുമില്ല. എനിക്കറിയില്ല മാറ്റി വെക്കേണ്ടതായിട്ട് എന്താ ഉള്ളതെന്നുള്ളത്. ഞാൻ വളരെ മുമ്പല്ല, ഞാൻ തിയേറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഈ കഴിവില്ല എന്ന് പറഞ്ഞ ശേഷം ഞാൻ എടുത്തൊരു വർക്കിംഗ് ഓൺ മൈസെൽഫിന്റെ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമാണ്. ഞാൻ നാടകം ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്കതൊരു ലിമിറ്റ് അറിയത്തുള്ളൂ. അതൊക്കെ കുറേ ആഴത്തിലുള്ള കുറേ നല്ല ആർട്ടിസ്റ്റിക് പ്രോസസ് കാര്യങ്ങളാണ് അതൊക്കെ. അതിനെപ്പറ്റി അറിയാനൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ എന്താ പറയുക പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ് ഡിസ്കവറീസ് ഒക്കെ കുറേ കണ്ടുപിടിച്ചു. ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും പ്ലേ ചെയ്യുന്നത്. വ്യത്യാസങ്ങളൊന്നുമില്ല. ആക്ടിങ് ഇസ് ആക്ടിങ്. തിയേറ്റർ ആയാലും അതെ, ഇത് മൂവി ഇതിലാണെങ്കിലും അതെ. അവിടെ സ്റ്റേജിന് മുമ്പിൽ ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു, ഇവിടെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്നു. ബട്ട് പെർഫോമിങ് ക്യാരക്ടർ ഇസ് ലൈക്ക് സെയിം തന്നെ. ഇപ്പം സെൽഫ് വർത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് MBA ഒക്കെ കഴിഞ്ഞ് കോർപ്പറേറ്റ് ലൈഫിലേക്ക് എത്തുന്നു. അതിനുശേഷം സിനിമയിലേക്ക് വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് അവർക്ക് ഭയം ഉണ്ടാകും. അപ്പം അങ്ങനെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടെത്തുന്ന ഒരാൾ. അപ്പം ഈ സെൽഫ് വർത്ത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ ഓരോ ഓഡീഷൻ കഴിയുമ്പോഴും. അപ്പം അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ആരോടാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്? ഇപ്പോഴത്തേക്കുള്ള ഈ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും നമുക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവൈലബിൾ ആവാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഒരു പക്ഷേ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്താൽ അവർക്ക് അത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. കാരണം അവരുടെ ലൈഫ് ജേർണി ഇസ് ഡിഫറെൻറ്റ്, മൈൻ ഇസ് ഡിഫറെൻറ്റ്. സോ എനിക്ക് മനസ്സിലാക്കാന്നുള്ളത് നമ്മുടെ ഫിയർ എന്താണ്, സെൽഫ് വർത്ത് ഇഷ്യൂ, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ അവെയറായി. അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്ത് നൗ ഐ എം അവെയർ. എനിക്ക് എന്തൊക്കെയാണ് പുഷ് ബാക്ക് ഉള്ളത്, ഞാൻ എവിടേക്കാണ് എന്നെ തന്നെ പുഷ് ചെയ്യേണ്ടതും എവിടേക്കാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഡോണ്ട് ഗിവ് അപ്പ്. ഇതുപോലത്തെ നമ്മളിപ്പം മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു പ്രിപ്പറേഷൻ ആയിരുന്നു എനിക്ക്. കാരണം ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് വർക്ക് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്
അത് വിട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, ഒന്നും അല്ലാതെ സ്ഥിരതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അതിലേക്ക് ഞാൻ ഇറങ്ങി തിരിക്കുമ്പോൾ ആ തീരുമാനം എടുക്കുക, ഐ വോണ്ട് ടു ബി എ ആക്ടർ എന്നുള്ള സാധനം തീരുമാനം എടുക്കുന്നത് തന്നെ വലിയൊരു പ്രിപ്പറേഷനാണ്. അതിന് തന്നെ ഒരുപാട് പേടിയും റിസ്ക്കും എല്ലാം താണ്ടിയാണ് എത്തുന്നത്. സോ ഐ നോ എത്രയൊക്കെ സെൽഫ് വർത്ത് വന്നാൽ എല്ലാം ടെമ്പററി ആണ്, ആ സമയത്ത് വരുന്ന ഓരോ ഫീലിങ്സ് ആണ്. അപ്പോൾ ഐ സിറ്റ് വിത്ത് ദാറ്റ് ആൻഡ് ഐ ഡീൽ ഇറ്റ് ആൻഡ് ഐ കം അപ്പ്. അതാണ്. ഭയങ്കര വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയം വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടാകുമല്ലോ. ഇപ്പം സിനിമകൾ കഴിഞ്ഞിട്ട് വലിയ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, മറ്റ് പഴയതിലേക്ക് തന്നെ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നിരിക്കില്ലേ ലൈഫിൽ? ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്കറിയാം അവര് ചുമ്മാ അവർക്ക് ജസ്റ്റ് ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഒരു ചോദ്യം അവര് വിടും, അത് നമുക്ക് ഭയങ്കര ഇമ്പാക്ട് തരുന്നുണ്ട്, നമ്മളെ അത് വല്ലാണ്ട് കൊള്ളും അത്. പിന്നെ എനിക്കറിയാം അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഗ്യാപ്പില്ല, പടം ചിലർ ചോദിക്കും പടമില്ല, ഇപ്പൊ പടമൊന്നും ഇല്ലേ മോളില്ല, ഇപ്പൊ പടമൊന്നും ഇല്ല, അങ്ങനെ തന്നെ ഞാൻ പറയും. മോക്കെന്നാ കല്യാണം കഴിച്ചുകൂടെ, എന്താ കല്യാണം കഴിച്ചത്, കല്യാണം ആ ചെക്കനാരും കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെ ഞാനും പറയാറുള്ളത്. പണ്ട് തൊട്ടേ ഞാൻ പിന്നെ ഈ നാട്ടുകാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല, ഞാൻ അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ അന്നും പറയുമായിരുന്നു. സോ അന്നും ഞാൻ റോങ് ആണ് എല്ലാവരുടെ മുമ്പിൽ, പക്ഷെ ഇപ്പൊ ഒക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറുപടി പറയുന്നവരല്ലെങ്കിലും റോങ് ആയിട്ടാണല്ലോ. കാരണം എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നു, ഗ്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പടം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പടം ചിലപ്പോൾ റിലീസാവാൻ ലേറ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. മൂവി ചെയ്യാണ്ട് ഞാൻ നാടകം ചെയ്യുന്നുണ്ട്, നാടകം ചെയ്യുമ്പോഴത്തേക്കും തിയേറ്റർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്താ മൂവി വിട്ടിട്ട് തിയേറ്റർ ചെയ്യുന്നേ, അപ്പൊ ഒന്നും കൂടി ലൈക്ക് അവരുടെ കണ്ണിൽ എൻ്റെ ഗ്രാഫ് ഇറങ്ങുന്നതായിട്ടൊക്കെയാണ് അവർ പറഞ്ഞത്. അയ്യോ പോ എന്താ ഇപ്പൊ വരുമാനം ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണ്, നമുക്കിപ്പോൾ അവരുടെ അടുത്തൊന്നും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് വിടുക, അത്രേ ഉള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ മനസ്സിലാക്കാനും പോകുന്നില്ല, വെറുതെ നമ്മുടെ എനർജി കളയേണ്ട ആവശ്യമില്ല. ഞാൻ അവർ പറഞ്ഞു യെസ് അങ്ങനെയാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ പറഞ്ഞു വിടും. സോഷ്യൽ മീഡിയയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും, നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും കുറേ കമന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? എൻ്റെ പ്രൊഫൈലാണ് ഞാൻ ഫോട്ടോസ് ഇടുന്നതും ഓരോ നമ്മൾ ചെയ്യുന്നതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനകത്ത് ആൾക്കാർ കയറി അഭിപ്രായം പറയുന്നത് അവിടെ എവിടെ ഇരുന്നുകൊണ്ട് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറേ ഇല്ല. നല്ലത് പറഞ്ഞാൽ ഓ കൊള്ളാം, എന്നെ അംഗീകരിക്കപ്പെടുന്നുണ്ട്, സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ കമൻറ്റ്സ് അങ്ങനെയൊന്നും അധികം അങ്ങനെ നോക്കലില്ല, എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഒന്നും നോക്കലൊന്നുമില്ല. പേഴ്സണലി ആൾക്കാർ വന്ന് നല്ല അഭിപ്രായം പറയുമ്പോൾ അതെടുക്കും, ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും ഓ എന്താണെങ്കിലും ഓക്കെ, അത്രേ ഉള്ളൂ. പൊതുവെ കമൻസിനോടൊന്നും ഇത്ര ഒരു കാര്യമായിട്ടൊന്നും ഞാൻ ഒബ്ജക്റ്റീവായിട്ട് തന്നെ എടുക്കാറുള്ളൂ. പുതിയ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും കൂടി നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പേര് തന്നെ. ശരിക്കും ഇത്രയും വലിയൊരു പേരിടാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടന്നിരുന്നോ, അറിയാമോ? എനിക്കൊന്നും അറിയില്ല എന്താ, പക്ഷെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയ, കാരണം അത് ആക്ച്വലി അങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാത്താൻ കേസുകോട് സിനിമയിലെ രണ്ട് ലെജൻഡറി ക്യാരക്ടേഴ്സാണ്, പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്ത സുമലതയും സുരേഷിനുമാണ്. അപ്പോൾ അവരുടെ ലവ് സ്റ്റോറി എന്താണെന്ന് അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്. അപ്പം അതെടുത്തിട്ട് ഡെവലപ്പാക്കിയ സ്റ്റോറിയാണ്. അത് അങ്ങനെ തന്നെ ഇടുന്ന, ആ ടൈറ്റിൽ അങ്ങനെ ഇടുന്ന തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ ജോണർ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ആബ്സർഡിറ്റിയും എന്താ പറയുക, നല്ല രസകരമായ കോമഡി, സന്തോഷം, ഒരു ഇമോഷണൽ ജേർണിയൊക്കെ തന്നെയുള്ളൊരു ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. അതിൽ സുരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജേഷ് മാധവനാണ് ചെയ്യുന്നത്, സുമലത ചിത്ര ചേച്ചിയാണ് ചെയ്യുന്നത്, ചിത്ര. അപ്പോൾ ഈ സുരേഷൻ്റെ ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ ക്യാരക്ടർ പേര് ചാരുലത എന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നാടകമുണ്ട് ഇതിനകത്ത്, മെയിനായിട്ട് നാടകം ബേസ്ഡ്. അതിനകത്ത് പാട്ടുകളൊക്കെ കണ്ടറിയാം, നാടകം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നാടകത്തിൻ്റെ പോർഷനൊക്കെ ഞാൻ വരുന്നുണ്ട് ഇഷ്ടംപോലെ. എനിക്ക് നാടകം ഇഷ്ടമാണ്, നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് രസകരമായിട്ടുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, ഇതുവരെ ചെയ്യാത്തൊരു രീതിയിലാണ്. ഇതിൽ കുറെ പല കാലഘട്ടങ്ങൾ കൂടി കാണിക്കുന്നുണ്ടല്ലേ? അതെ അതെ, കാലഘട്ടം. അതെ, കുറെ പേർക്ക് അങ്ങനത്തെ കുറെ ടൈം ലൂപ്പ് ആണോ, കുറെ പേര് അങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും. കഥ ഒന്ന് തന്നെ, പക്ഷെ കാലഘട്ടം വെവ്വേറെ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് അതിനകത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നുമില്ല. അത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ അത് കുറെ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. കാലഘട്ടം എത്ര മാറിയാലും ആൾക്കാർ ഈ എന്താ പറയാ പ്രണയത്തെ കാണുന്നത് ഒരേപോലെയാണ് എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. പ്രണയം എന്നും ഒരുപോലെ തന്നെയാണ്, ആൾക്കാർ കാണുന്നതും ഒരുപോലെ തന്നെയാണ്, കാലം എത്ര മാറിയാലും.
ഇതിനുള്ള അപ്രോച്ച് സെയിം. ഇപ്പൊ ഈ സിനിമയിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലിലാണ് കാണിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു ഡിസൈനിങ് ഒക്കെ എങ്ങനെയാണ് തീരുമാനമായത്? അത് ലിജിയാണ് അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പല പല കാലഘട്ടങ്ങളുണ്ട്. ഇപ്പം 2013, 2023, പിന്നെ 80s ഉണ്ട്, 60s ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ. അപ്പോൾ 60s ആ ടൈമിലത്തെ ട്രെൻഡ് അവർ പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് പഴയ രീതിയിലുള്ള സാരിയും കമ്മലും എല്ലാം ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആ പഴയ കാലഘട്ടം. ഇതൊക്കെ ലിജീൻ്റെ പിന്നെ രതീഷേൻ്റെ ഒക്കെ തന്നെ കാറ്റഗറിയാണ്. സ്ട്രിക്റ്റ് ആയിരുന്നു, ഇറ്റ് വാസ് വെരി സ്ട്രിക്റ്റ്. ഇതിങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഏതാണോ അറ്റയർ അതേ മെറ്റീരിയൽ ആ രീതി തന്നെ അതങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം നാടകത്തിൽ പഴയ കാലത്ത് ഇപ്പം സദാരമ എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു നാടകമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ആ നാടകത്തിൽ അത് പഴയ AD കാലഘട്ടത്തിലുള്ള ഇതാണ്. അപ്പോൾ അവിടെ സേഫ്റ്റി പിന്നൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ആ പഴയ രീതിയിൽ തന്നെ അതേ കെട്ടുകളും അതൊക്കെ തന്നെ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യാണ്ട് തന്നെയാണ് നമ്മളത് ചെയ്തതൊക്കെ. അത് പ്രോപ്പർ അങ്ങനെ തന്നെയാണ് അത് പോയത്. ഇനി വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ഇനി വരാനിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ആസ് ഓഫ് നൗ ഓഡിഷൻസിന് പോകുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ മാസം ഒരു ഓഡിഷന് പോയി റിജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിലവിലൊന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം നമ്മളിപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ ഭാഗമായിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി വരുന്ന കഥാപാത്രങ്ങളും ഇപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമയൊക്കെ വലിയ ഹിറ്റ് ആവട്ടെ, കൂടുതൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ, ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും പറ്റട്ടെ. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.